ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വർക്ക് വിത്ത് രേണു. സോ ഇന്ന് നമ്മൾ പറക്കാൻ പോവുകയാണ് മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചിയിലേക്ക്. സോ അതിന്റെ പെട്ടി പാക്കിംഗ് അണ്ടർ പ്രോസസിംഗ് ആണ്. സോ നമുക്ക് ഈ ഫയലും നമ്മുടെ അൽക്കുലത്തെ സാധനങ്ങളും ഡ്രസ്സും എല്ലാം പെട്ടിക്കകത്ത് ആക്കണം. സോ ഇതിനു മുമ്പത്തെ എന്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാം പോയി കാണണം. മഹാരാഷ്ട്രയിൽ നിന്ന് നമ്മൾ കുറച്ച് ക്വാളിറ്റി സാരീസ് പർച്ചേസ് ചെയ്ത വീഡിയോ ആണ്. സോ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സാരികളാണ്. ഇങ്ങനത്തെ ഇത്രയും സാരികൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ സാരികളെല്ലാം പെട്ടിക്കകത്താക്കിയിട്ട് വേണം നമുക്ക് നാളെ പറക്കാൻ. പെട്ടി പാക്കിംഗ് കഴിഞ്ഞിട്ട് നാളെ മോർണിംഗ് ആണ് നമുക്ക് ഫ്ലൈറ്റ്. സോ ബാക്കി ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. സോ മോർണിംഗ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഒരു 11 o'clock ഒക്കെ ആകുമ്പോഴേക്ക് എയർപോർട്ടിൽ ചെല്ലണം. സോ ഔറംഗാബാദ് എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. വീട്ടിൽ നിന്ന് ഒരു 35-40 minutes ഉണ്ട് എയർപോർട്ടിലേക്ക്. സോ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി. മേ ബി വീക്കെൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ട്രാഫിക് കാണാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തിട്ട്. പക്ഷേ റൂട്ടിലൊന്നും ആരും ഇല്ലായിരുന്നു, ഖാലി റോഡായിരുന്നു, ട്രാഫിക് ഒന്നുമില്ല. സോ നമ്മൾ വളരെ വളരെ നേരത്തെ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വന്നെങ്കിലും നമ്മൾ പുറത്തൊന്നും വെയിറ്റ് ചെയ്തില്ല. നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് കയറി നമ്മുടെ ബാഗേജ് എല്ലാം സ്കാൻ ചെയ്തു, ബോർഡിംഗ് പാസ് എടുത്തു. നമുക്ക് ഗേറ്റ് 1-ലായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഔറംഗാബാദ് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ എയർപോർട്ടാണ്. ബട്ട് എങ്കിലും ഗേറ്റിൽ നിന്ന് ഫ്ലൈറ്റ് കിടക്കുന്നിടത്തോട്ട് ബൈ ബസ് തന്നെ പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നു. സോ നമ്മൾ ബസ്സിൽ പോയി. ഇൻഡിഗോ ആയിരുന്നു നമ്മുടെ ടിക്കറ്റ്, ഇൻഡിഗോയിലായിരുന്നു. സോ ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റ് ആദ്യത്തെ പ്രാവശ്യമൊന്നും അല്ല പോകുന്നതെങ്കിലും, പക്ഷെ സോളോ ആയിട്ട് ഒറ്റയ്ക്ക് പോകുന്ന ആദ്യമായിട്ടായിരുന്നു. സോ അതുകൊണ്ട് 2-3 സെൽഫിയൊക്കെ വെറുതെ എടുത്തു വെച്ചതാണ്. സോ പെട്ടെന്ന് തന്നെ ഒരു 1.5 hours ജേർണി ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈദരാബാദ് എത്താൻ പറ്റി. കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്. ഹൈദരാബാദിൽ നിന്നാണ് നമുക്ക് ഇനി കേരളത്തിലോട്ടുള്ള ഫ്ലൈറ്റ്. സോ ഹൈദരാബാദ് എത്തി. ഒരു കൺജസ്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. വളരെ ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൺജസ്റ്റഡ് ആയിരുന്നു. കുറച്ച് ചെറിയ ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടലൊക്കെ തോന്നുമല്ലോ, അതുപോലെ ഒരു ചെറിയ കൺജഷൻ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിനകത്ത്. സോ നമുക്ക് അടുത്ത ബസ് വന്നു. നമ്മളിനി ഹൈദരാബാദ് എയർപോർട്ടിലേക്ക്. അത് ഹൈദരാബാദ് എയർപോർട്ടാണ്. ഇനി നമ്മൾ ഗേറ്റിലോട്ട് പോകണം. റീചെക്കിൻ ഒന്നുകൂടെ ചെയ്യണം. നമുക്ക് ബാഗേജ് എടുക്കേണ്ട കാര്യമില്ല, അറിയാലോ. കണക്റ്റഡ് ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ബാഗേജ് കൊച്ചിയിലായിരിക്കും കിട്ടുക. പിന്നെ വെറുതെ ഈ എയർപോർട്ടിൽ വന്ന് ഒരു 2 hours ടൈം ഉണ്ട് നമുക്ക്. ഞാനങ്ങനെ വെറുതെ ഇരുന്ന് 2-3 പോസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, സ്വന്തമായിട്ട് മുഖം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വിശന്നപ്പോൾ ഹൈദരാബാദിൽ ലോഞ്ച് ഉണ്ട് എയർപോർട്ടിൽ. എൻക്ലാം എന്നാണ് ലോഞ്ചിൻ്റെ പേര്. എൻക്ലാം ലോഞ്ചിൽ പോയി. അവിടുത്തെ ചെറിയ ഭയങ്കര റഷായിരുന്നു കേട്ടോ. നമുക്ക് ഓഫറിൽ, നമുക്ക് ഇൻസ്റ്റഗ്രാമൊക്കെ റീൽസ് കണ്ടിട്ടുണ്ടാവും, ക്രെഡിറ്റ് കാർഡിലൊക്കെ ഓഫറിൽ നമുക്ക് മീൽസ് നമുക്ക് 2 രൂപയ്ക്കൊക്കെ കിട്ടും. സോ അവിടെയാണ് നമ്മൾ പോയത്. എൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് 2 രൂപയ്ക്കാട്ടോ ഫുഡ് ഫുള്ള് കിട്ടിയത്. അങ്ങനെ രണ്ടാമത്തെ എൻക്ലാമിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് രണ്ടാമത്തെ കണക്റ്റഡ് ഫ്ലൈറ്റിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഫ്ലൈറ്റ് അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ്. ഹൈദരാബാദ് ടു കൊച്ചിൻ. ആളെണ്ണം കണ്ട നമ്മുടെ ഫ്ലൈറ്റിലേക്കുള്ള ആൾക്കാരെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഫ്ലൈറ്റ് ഇച്ചിരി വലുതാണെന്നുള്ളത്. വെയിറ്റ് ചെയ്യാണ്. ആൾക്കാരെ ഇങ്ങനെ കയറ്റി അവർ വിട്ടെങ്കിലും ഫ്ലൈറ്റിലോട്ടുള്ള എൻട്രി എന്തോ അവിടെ ഒരു താമസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 15-20 minutes നമ്മൾ ആ പാത്തുവയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒത്തിരി നീങ്ങുന്ന പോലെയാണ് ക്യൂ നീങ്ങി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊച്ചിയിലെത്തി നമ്മൾ വളരെ പെട്ടെന്ന്. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം ഭയങ്കര ക്ഷീണമായിരുന്നു. ഫുഡ് അങ്ങനെ വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ ഉറങ്ങിപ്പോയി. കൊച്ചിയിൽ നമ്മുടെ ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കൊച്ചിയിൽ ഇറങ്ങിയ സമയത്ത് നല്ല ഹെവി റെയിൻ ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ബ്രദർ എന്നെ കൂട്ടാൻ വന്നിരുന്നു. സോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിൽ ചെന്നു, സുഖമായിട്ട് കിടന്നുറങ്ങി. സോ അതാണ് ഔറംഗാബാദ് ടു കേരള ഒരു കുട്ടി വ്ലോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.